അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിന് ചിത്രയുടെ അര, ചിത്രയുടെ 1, 2, 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാലും, വിശാഖം 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് തുലാക്കൂറ്. തുലാക്കൂറിൽ 10 ആണ്, 10ാം ഭാവത്തിലാണ് ഗുരുവും ശുക്രനും. അത് പ്രവർത്തന മണ്ഡലത്തിൽ നല്ല അനുകൂലമായിട്ടുള്ള ഫലം നൽകുന്നു. അത് നമ്മളെ ഏൽപ്പിച്ച പല കാര്യങ്ങളും വേണ്ടത്ര ഭംഗിയായിട്ട് ചെയ്തു തീർക്കാനും അതുമൂലം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന്, അതായത് മറ്റ് ജോലി എംപ്ലോയറിൽ നിന്നും ഒക്കെയുള്ള നല്ല കമൻറ്റ് നമുക്ക് കിട്ടാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉണ്ടാകേണ്ട ജോലി കയറ്റം, സ്ഥാനക്കയറ്റം മുതലായവ ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. സ്വന്തം ബിസിനസ്സിൽ ബ്രാൻഡിംഗ് ഒക്കെ നടത്താൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. ആ ബ്രാൻഡിങ് കൊണ്ട് ഇപ്പോൾ അത് നടത്തുന്നത് കൊണ്ട് കൂടുതലായിട്ടുള്ള ബ്രാൻഡ് വാല്യൂ കൂടാൻ സാധ്യതയുള്ള സമയമാണ്. അതുകൊണ്ട് വിശ്വാസ്യതയും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സിൽ പൊതുജനങ്ങൾക്ക്, കസ്റ്റമേഴ്സിന് പൊതുവായിട്ടുള്ള വിശ്വാസം കൂടുന്നതായിട്ടും കാണാവുന്നതാണ്. ഉപഭോക്താവിൻ്റെ ഒരു വിശ്വാസം നേടാനുള്ള കർമ്മങ്ങൾ ഇപ്പോൾ ചെയ്താൽ അതുകൊണ്ടുള്ള ഫലം മുൻപ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലാകും എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ ചുരുക്കം. ധനപരമായിട്ട് തൊഴിൽ മേഖലയിലെ പുരോഗതി ഉണ്ടാകും. അതുകൊണ്ടുണ്ടാകുന്ന മെച്ചം, വരുമാനം കൂടുതലായിട്ട് മെച്ചപ്പെടുന്നതായിട്ടും കാണാം. പക്ഷേ ചില അപ്രതീക്ഷിതമായിട്ടുള്ളതോ അല്ലെങ്കിൽ ആഡംബരത്തിന് വേണ്ടിയിട്ടോ ഷോ ഓഫ് ഒക്കെ വേണ്ടിയിട്ടും ഒക്കെ കൂടുതൽ ധനം ചെലവ് ചെയ്യും. അത് കുറച്ചൊന്ന് നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചാവസാനം അത് ബാലൻസ് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് ധനവിനിയോഗം വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എന്നാൽ ജോലിയുടെ തിരക്ക് കൊണ്ടുണ്ടാകാവുന്ന വിശ്രമക്കുറവും ആ വിശ്രമക്കുറവ് കൊണ്ടുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളൊന്നും അല്ലാതെ മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും ആരോഗ്യപരമായിട്ട് കാണുന്നില്ല. കുടുംബാംഗങ്ങൾക്കും ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിക്കാനും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളിൽ നിന്ന് അവരുണ്ടാക്കുന്നതായിട്ടുള്ള നേട്ടങ്ങളിൽ അഭിമാനിക്കാനുള്ള ഒരു കാലവുമാണ്. സന്തോഷകരമായിട്ടുള്ള ചില വാർത്തകളും മറ്റും കുടുംബത്തിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് പൊതുവെ കുടുംബാന്തരീക്ഷം സന്തോഷകരമായിരിക്കും. ഇവർക്കൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് നിർദ്ദേശിക്കാവുന്നത് മഹാലക്ഷ്മിയെ പൂജിക്കുക, അഥവാ മഹാലക്ഷ്മി സമേതനായിട്ടുള്ള മഹാവിഷ്ണുവിനെ പൂജിക്കുക, അതുപോലുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്ത് നിവേദ്യസഹിതമായിട്ടുള്ള വഴിപാടുകൾ നടത്തുന്നതും ഒക്കെ നല്ല ഫലം കിട്ടാൻ നല്ലതാണ്.